സ്വർഗത്തിലെ കനി കൊല്ലം മയ്യനാട് പടിഞ്ഞാറേ പടനിലം സ്വദേശി ഷിയാസ് ജുബൈറത്ത് ദമ്പതികൾ നടത്തുന്ന ഗാർഡനിലാണ് സ്വർഗത്തിലെ കനി ഗാഗ് ഫ്രൂട്ടുകൾ ചുവപ്പണിഞ്ഞത്. നമുക്ക് ആ ഫ്രൂട്ട്സ് എങ്ങനെയാണ് ഇരിക്കുന്നത്, എന്താണ് അതിൻ്റെ ഭംഗി എന്നൊക്കെ ഒന്ന് കാണണം. നോക്കിയിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ആ സ്വർഗത്തിലെ കനി കാണിക്കാൻ പോവുകയാണ്. വിയറ്റ്നാമിലെ രാജാവ് അദ്ദേഹത്തിൻ്റെ യൗവനം നിലനിർത്താൻ വേണ്ടി രഹസ്യമായി നട്ടു വളർത്തി പരിപാലിച്ച് അദ്ദേഹം മാത്രം ഉപയോഗിച്ചിരുന്ന ആ ഒരു ഫ്രൂട്ട് കിലോയ്ക്ക് 1500 മുകളിലൊക്കെയാണ് വില. അപ്പോൾ നമ്മൾ അതുള്ള സ്ഥലത്ത് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് പടിഞ്ഞാറേ പടനിലം എന്ന് പറഞ്ഞ സ്ഥലത്ത് മയ്യനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ സ്ഥലത്താണിതുള്ളത്. നമ്മളിപ്പോൾ ഇനി നമ്മുടെ ക്യാമറമാൻ അയ്യപ്പൻ ആ ഫ്രൂട്ട് ഒന്ന് കാണിക്കും. തെക്ക് കിഴക്കൻ ഏഷ്യയിലും വിയറ്റ്നാമുമാണ് ഗാഗ് ഫ്രൂട്ടിൻ്റെ സ്വദേശം. കാഴ്ചയിൽ കടൽ ജീവിയായ മുള്ളൻ പേത്തിയെയും മുള്ളൻ ചക്കയെയും പോലിരിക്കും. ആൻറ്റി ഓക്സൈഡുകളുടെയും വൈറ്റമിനുകളുടെയും വലിയ കലവറ. ഫാഷൻ ഫ്രൂട്ട് പോലെ കട്ടിയുള്ള തണ്ടിലാണ് ഗാഗ് ഫ്രൂട്ട് കായ്ക്കുക. വിത്ത് ഓൺലൈനിൽ മേടിക്കാൻ 50 രൂപ, ഒരു വിത്തിന് 50 രൂപ വിലയാണ്. അത് കിളിക്കാൻ തന്നെ 2 മാസം സമയമെടുക്കും. ഇതൊരു ഫ്രൂട്ടാവാനും ഏകദേശം 2 മാസം സമയമെടുക്കും. ഇത് ചെടിയൊന്ന് വളർന്ന് വലുതായി പുഷ്പിക്കാൻ ആൺചെടിയാണെങ്കിൽ 1 കൊല്ലം കൊണ്ടങ്ങ് പൂക്കും. പെൺചെടിയാണെങ്കിൽ 1.5-2 കൊല്ലം തന്നെ പൂക്കത്തുള്ളൂ. ഇതാണ് നമ്മുടെ അനുഭവം. വൈറ്റമിൻസ് ഒത്തിരി അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. ജ്യൂസിനായി ഉപയോഗിക്കുന്ന ഗാഗ് ഫ്രൂട്ടിന് മധുരം നന്നേ കുറവ്. എന്നാലോ ഔഷധമൂല്യവും പോഷകങ്ങളും ഏറെ. പാവൽ കുടുംബാംഗമാണ് ഗാഗ് ഫ്രൂട്ട്. മനോഹരിയായ ഗാഗിന് 1 കിലോയ്ക്ക് 1500 രൂപ വില വരും. പിന്നെ ഈ ഫ്രൂട്ടിന് ലോക്കൽ മാർക്കറ്റിൽ നമ്മൾ വിപണിയിലൊക്കെ ചെറിയ അത്ര വലിയ വിലയൊന്നുമില്ല. ആൾക്കാർക്ക് വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ എനിക്ക് കൃഷിയുണ്ട്. അവിടെ ഞാൻ എൻ്റെ കൊലയും കാര്യങ്ങളും കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് അവിടെ വിപണിയിൽ കൊണ്ടുവച്ചാലും ഒരു നോർമൽ 1 കിലോയ്ക്ക് 500-600 രൂപയ്ക്ക് എടുക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് അറിയാവുന്നവർ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ലുലു പോലുള്ള സൂപ്പർ മാർക്കറ്റിൽ 1500, ഓൺലൈനിലുണ്ട് ഈ സാധനം. കേരളത്തിൽ ഗാഗിന് പറ്റിയ മണ്ണ് കുറവാണ്. ചില ജില്ലകളിൽ കൃഷിയുണ്ട്. ആൺപെൺ ചെടികൾ ഒരുമിച്ച് നട്ടാലേ കായ്ഫലം കിട്ടും. പെൺചെടി പൂക്കുമ്പോൾ പൂവിന് താഴെ ചെറിയ കായ പോലെ വരും. ഈ ചെടിയിൽ സ്വയം പരാഗണം നടക്കാത്തതിനാൽ ആൺപൂവിൽ നിന്നും പൂമ്പൊടിയെടുത്ത് പരാഗണവും നടത്തണം. നമ്മുടെ ഈ പർദേശയിലെ കനിയുണ്ടല്ലോ, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുമെന്ന് അറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവും. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കർഷകൻ ഷിയാസ് ഇത് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനുള്ളിലുള്ള കാഴ്ച കൂടി നമുക്ക് കാണാം. സ്വർഗത്തിലെ കനി മാത്രമല്ല, സ്വർണ്ണ ഖനിയാണെന്നും പറയാം. ഇത് നമ്മുടെ കണ്ടില്ലേ, അകത്ത് നല്ല ചുമ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ചുളയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുറത്തൊരു ഓറഞ്ചും അകത്ത് നല്ല കടും ചുവപ്പും. എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണല്ലോ ഒരു ചുവന്ന നിറമെന്ന് പറയുന്നത്. കണ്ടാലും സുന്ദരി, അതുപോലെ കഴിക്കാനും മനോഹരമായ റിച്ച് പ്രോട്ടീൻ ഉൾപ്പെട്ടതാണ് ഈ ഫ്രൂട്ട്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.